ഹായ് ഓൾ, ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ആദ്യത്തെ ക്ലാസ്സിനകത്ത് കുറച്ച് കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം, ഇതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസിൻ്റെ ക്ലാസ്സിന് കൂടെ നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ലൈവ് കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ തന്നെ എന്തുകൂടെ ഉണ്ട്, വർക്കൗട്ടും ഉണ്ട്. അപ്പോൾ അത് പഠിക്കേണ്ട കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, സമയം അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഫണ്ടമെൻ്റൽ തിയറിയും കൂടെ ആയതുകൊണ്ട് ബോറടിക്കുന്ന സബ്ജക്റ്റ് ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ പോർഷൻസ് ഇച്ചിരി കുറച്ച് ആ സമയത്ത് നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നേക്കണേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കമ്പ്യൂട്ടർ ഡെഫിനിഷൻ, ഡാറ്റ പ്രോസസ്സിംഗ് ഡെഫിനിഷൻ, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇത്രയും പോർഷൻസ് മാത്രമാണ് നോക്കണുള്ളൂ. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു? കമ്പ്യൂട്ടറിന്റെ ഡെഫിനിഷൻ ആയിരുന്നു അല്ലേ. സോ എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താ? ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അത് എന്തൊക്കെ ചെയ്യും? അത് ഡാറ്റനെ ക്യാപ്ചർ ചെയ്യും, അനലൈസ് ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യും, സ്റ്റോർ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? നമുക്കൊരു ഔട്ട്പുട്ടും കൂടെ തരും അല്ലേ. അതാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക് ഉദ്ഭവിച്ചിട്ടുള്ളത് കമ്പ്യൂട്ടേഴ്സ് അതുപോലെ കമ്പ്യൂട്ടറെ രണ്ടും പരിഗണിക്കുന്നതാണ് കേട്ടോ. കമ്പ്യൂട്ടേഴ്സ് അതുപോലെ കമ്പ്യൂട്ടറെ രണ്ടും ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വേർഡിൽ നിന്നാണ്, ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടു കാൽക്കുലേറ്റ് എന്നുള്ള അർത്ഥമാണ്. കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറെ രണ്ട് പേരും ഒരുപോലെ ഓർത്തിരിക്കണം. കാരണം ചില എക്സാമിൽ കമ്പ്യൂട്ടറെ എന്നുള്ളതും ആൻസർ ആയിട്ട് വരുന്നുണ്ട്, ചിലതിനകത്ത് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളതും ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറെ എന്നാണ്. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞത്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ആണല്ലോ, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് വിച്ച് ക്യാൻ ആക്സെപ്റ്റ്, സ്റ്റോർ, പ്രോസസ്സിംഗ് ആൻഡ് ഔട്ട്പുട്ടിംഗ് ഡാറ്റ അറ്റ് ഹൈ സ്പീഡ് അക്കോർഡിംഗ് ടു ദി പ്രോഗ്രാമബിൾ ഇൻസ്ട്രക്ഷൻ. എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഡാറ്റയെ അക്സെപ്റ്റ് ചെയ്ത്, സ്റ്റോർ ചെയ്ത്, അതിനകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത്, മാനിപ്പുലേറ്റ് ചെയ്ത് ആപ്റ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് തരാൻ പറ്റും. എങ്ങനെയാണ്? അറ്റ് ഹൈ സ്പീഡിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഓൾറെഡി അറിയുന്നതാണ്. ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. ഇവിടെ പ്രത്യേകിച്ച് പഠിക്കാനുള്ളത് ഏത് വാക്കിൽ നിന്നാണ് ഉദ്ഭവിച്ചിട്ടുള്ളത്, കമ്പ്യൂട്ടേഴ്സ് ഓർ കമ്പ്യൂട്ടറെ എന്നുള്ളത് ഓർത്തിരിക്കുക. അതൊരു ലാറ്റിൻ വേർഡ് ആണെന്നുള്ള ഓർത്തിരിക്കുക. ആൻഡ് അതിൻ്റെ പേര് അതിൻ്റെ മീനിങ് വരുന്നത് ടു കാൽക്കുലേറ്റ് എന്നുള്ളതാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ബാക്കിയുള്ളത് തിയറിയാണ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കഥ പോലെ ഓർത്തിരുന്നാൽ മതി. ഫണ്ടമെന്റൽസിലെ മിക്ക കാര്യങ്ങളും ഇതുപോലെ കഥ പോലെ കേട്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇതുപോലെ സ്റ്റാർ ഇട്ടോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞോ ക്ലാസ്സിൽ പറയുന്നുണ്ടാവും. ആ ഭാഗങ്ങൾ പ്രത്യേകം എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് ബബേജ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പം എന്തായാലും ഓർത്തിരിക്കുക, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ചാൾസ് ബബേജ് ആണ്. കമ്പ്യൂട്ടേഴ്സ് ഓർ കമ്പ്യൂട്ടറെ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ അർത്ഥം വരുന്നത് കാൽക്കുലേറ്റ് എന്നാണ്, ടു കാൽക്കുലേറ്റ് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഓൾമോസ്റ്റ് അത് പഠിച്ചിട്ടുണ്ടാവും. ഇനി അടുത്തത് നോക്കാം, എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മളിങ്ങനെ ആരോ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നു അല്ലേ. ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന ആ ഒരു ആക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഡാറ്റ പ്രോസസ്സിംഗ് എന്നുള്ളത്. ഓക്കെ, ദ ആക്ടിവിറ്റി ഓഫ് പ്രോസസ്സിംഗ് ഡാറ്റ യൂസിങ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിനെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൂടെ പറയാം? ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന സർട്ടൻ കൈൻഡ് ഓഫ് ആക്ഷൻസിനെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയാം. ഇത് രണ്ടും എന്തിൻ്റെ ഡെഫിനിഷനാണ്? ഡാറ്റ പ്രോസസ്സിംഗ് എന്നുള്ള കാര്യത്തിൻ്റെ ഡെഫിനിഷനാണ്. സോ ദ ആക്ടിവിറ്റി ഓഫ് പ്രോസസ്സിംഗ് ഡാറ്റ യൂസിങ് കമ്പ്യൂട്ടർ, അതാണ് ഏറ്റവും ചെറുത്, നമുക്ക് ഓർത്തിരിക്കാൻ ഏറ്റവും എളുപ്പവും അതാണ് അല്ലേ. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു സർട്ടൻ ആക്ടിവിറ്റിനെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയാം. അതിൻ്റെ തന്നെ ഒന്നും കൂടെ കുറച്ച് വലിയ ഡെഫിനിഷനാണ് എ സെറ്റ് ഓഫ് ആക്ഷൻസ് പെർഫോംഡ് ബൈ എ കമ്പ്യൂട്ടർ ടു കൺവേർട്ട് ഡാറ്റ ഇൻ ടു ഇൻഫർമേഷൻ. എന്താണ്? ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നതിന് വേണ്ടി ഉള്ള സർട്ടൻ കൈൻഡ് ഓഫ് ആക്ഷൻസ് ആണ്, ആക്ടിവിറ്റീസ് ആണ്
ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയാം. ഇനി ഈ ഡാറ്റ പ്രോസസ്സിങ്ങിനകത്ത് 3 ആക്ടിവിറ്റീസ് ആണുള്ളത്. ക്യാപ്ചറിങ് ഡാറ്റ, മാനിപ്പുലേറ്റിംഗ് ഡാറ്റ, അതുപോലെ സ്റ്റോറിങ് ഡാറ്റ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പുതിയൊരു വില്ലൻ ഉണ്ടല്ലേ, ആരാ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് ഡാറ്റ പ്രോസസ്സിങ്ങിനകത്തെ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഡാറ്റയെ സ്വീകരിക്കുക, അതിൻ്റെ കുറച്ച് ട്രിഗറേഷൻസ് എന്തെങ്കിലും മാനിപ്പുലേഷൻസ് ചെയ്യുക, ആൻഡ് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് തരിക, ഔട്ട്പുട്ട് തരിക അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ അത് സ്റ്റോർ ചെയ്തിട്ടായിരിക്കും തരിക. അപ്പോൾ പ്രധാനമായിട്ടും ഡാറ്റ പ്രോസസ്സിങ്ങിനകത്തെ പ്രധാനപ്പെട്ട 3 ആക്ടിവിറ്റീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്ചറിങ് ഡാറ്റ, മാനിപ്പുലേറ്റിംഗ് ഡാറ്റ, അതുപോലെ സ്റ്റോറിങ് ഡാറ്റ. ഈ 3 പോയിന്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ബിക്കോസ് എന്താണ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡിയിൽ ഇത് നിർണായകമാണ്. ഓക്കെ, അപ്പോൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്താണെന്ന് പറഞ്ഞു, അതിലെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പറഞ്ഞു. ക്യാപ്ചറിങ് ഡാറ്റ, മാനിപ്പുലേറ്റിംഗ് ഡാറ്റ, അതുപോലെ സ്റ്റോറിങ് ഡാറ്റ. ഇനി നോക്കിയേ, ഇവിടെ കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഡെഫിനിഷൻസ് ആദ്യം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. നോക്കിയേ, എന്താണ് പ്രോസസ്സിംഗ് എന്നുള്ളതാണ് ആദ്യം കൊടുത്തേക്കുന്നത്. എന്താണ്? ദ വേ ദാറ്റ് കമ്പ്യൂട്ടർ മാനിപ്പുലേറ്റ് ഡാറ്റ ഇൻടു ഇൻഫർമേഷൻ ഈസ് നോൺ ആസ് പ്രോസസ്സിംഗ്. ഇത് നമ്മളുടെ 1 വേർഡ് ക്വസ്റ്റ്യൻസിന് ബാധകമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മളുടെ പ്രോസസ്സിംഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ദ വേ ദാറ്റ് കമ്പ്യൂട്ടർ മാനിപ്പുലേറ്റ് ഡാറ്റ ഇൻടു ഇൻഫർമേഷൻ. കമ്പ്യൂട്ടർ ഡാറ്റേനെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന ആ ഒരു മെത്തേഡിനെയാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡാറ്റ, അതുപോലെ എന്താണ് ഇൻഫർമേഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു പ്രോഗ്രാം ഇൻ ഇറ്റ്സ് റോ ഫോം. ഓക്കെ, റോ ഫോം എന്താ? പച്ചയായ രീതിയിലുള്ള കാര്യം എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഒന്നും ട്രിഗറേഷൻസ് ഒന്നും ചെയ്യാതെയുള്ള ഒരു പ്രോഗ്രാമിന്റെ ഫോമിനെയാണ് എന്തെന്ന് പറയാം? ഡാറ്റ എന്ന് പറയാം. അതിലേക്ക് നമുക്ക് എന്ത് പറയാം? കളക്ഷൻ ഓഫ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ആണ് ഡാറ്റ. ഈ 2 പോയിന്റും ഓർത്തിരിക്കുക. എ പ്രോഗ്രാം ഇൻ എ റോ ഫോം. ഓക്കെ, എ പ്രോഗ്രാം ഇൻ ഇറ്റ്സ് റോ ഫോം എന്ന് പറയുന്നത് എന്താ? ഡാറ്റയാണ്. കളക്ഷൻ ഓഫ് ഫാക്ട് ആൻഡ് ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? അതും ഡാറ്റയാണ്. ഇത് രണ്ടും ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ എന്നുള്ളതിന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷനും കൂടെ ഓർത്തിരിക്കുക. എന്താണ്? എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻഫർമേഷൻ. ഇത് ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഇങ്ങനെ പറയണേ. ഇനി സോഫ്റ്റ്വെയർ പഠിക്കുന്ന സമയത്ത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ഇസ് നോൺ ആസ് ഇൻഫർമേഷൻ. അല്ലെങ്കിൽ എന്തെന്ന് പറയാം? പ്രോസസ്ഡ് ഡാറ്റ. പ്രോസസ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഇൻഫർമേഷൻ ആണ്. ഇൻഫർമേഷൻ ആണ് നമുക്ക് എന്ത് തരുന്നത്? ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള മെസ്സേജ് തരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ എന്നുള്ള ഡെഫിനിഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അത് സ്റ്റാർ ഇട്ട് വെച്ച് തന്നെ ഓർത്തിരിക്കുക. ഇനി ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം. ഞാനിവിടെ എഴുതുവാണ് രാമു. ഓക്കെ, രാമു എന്നുള്ളത് ഒരാളുടെ പേരാണ് നമുക്ക് ഊഹിക്കാം അല്ലെ, രാമു എന്നുള്ളത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഒരു നമ്പർ എഴുതുവാണ്, 34 എന്ന് എഴുതി. അപ്പോൾ ഞാനിവിടെ 2 ഫാക്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. രാമു 34 എന്ന് പറഞ്ഞത് എന്താ? എ പ്രോഗ്രാം ഇൻ ഇറ്റ്സ് റോ ഫോം എന്ന് പറയാം അല്ലെ. രാമു എന്നുള്ളത് ഒരു പേരാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഈ പറയുന്ന 34 എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അല്ലെ. 34 ഒന്നെങ്കിൽ അയാളുടെ വീട്ട് നമ്പർ ആവാം, അല്ലെങ്കിൽ അയാളുടെ ക്ലാസ്സിലെ റോൾ നമ്പർ ആവാം, അല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ അയാളുടെ വയസ്സായിരിക്കാം. അപ്പോൾ എന്താണ് 34 എന്നുള്ളത് നമുക്ക് ക്ലിയർ അല്ല. അതെന്താണ്? ഒരു റോ ഫോമിൽ ഇരിക്കുന്ന കാര്യം അല്ലെ. വ്യക്തമായിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നില്ല അല്ലെ. രാമു എന്നുള്ളത് ഒരു പേരാണെന്ന് മനസ്സിലായി. പക്ഷേ ഈ 34 എന്ന് പറയുന്നത് രാമുവിന്റെ വീട്ടു നമ്പർ ആണോ, രാമുവിന്റെ വയസ്സാണോ, ക്ലാസ് നമ്പർ ആണോ എന്നുള്ള കാര്യങ്ങളിലൊരു പിടിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഈ രാമു 34 എന്ന് വെറുതെ പറഞ്ഞിരിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡാറ്റ എന്ന് പറയും അല്ലെ. ഇനി ഇതിനെ ഇൻഫർമേഷൻ ആക്കാൻ എന്ത് പറയും? ക്ലാസ് നമ്പർ ഓഫ് രാമു ഈസ് 34 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലാസ് നമ്പർ ഓഫ് രാമു ഈസ് 34 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാമുവിന്റെ ക്ലാസ് നമ്പർ 34 ആണ്. അതെന്താണ്? ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അപ്പോൾ എന്താണ് ഈ തന്നിരിക്കുന്ന റോ ഫാക്റ്റിനകത്ത് എന്തോ ഒരു ട്രിഗറേഷൻ നടത്തിയിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ട് ആണ് ഇത്. സോ ദിസ് ഈസ് നമ്മളുടെ ഡാറ്റ എന്ന് പറയാം. ആൻഡ് ആഫ്റ്റർ പ്രോസസ്സിംഗ് നമുക്ക് കിട്ടുന്നതാണ് എന്ത്?
ഇൻഫർമേഷൻ. പ്രോസസ്ഡ് ഡാറ്റയാണ് ഇൻഫർമേഷൻ. കളക്ഷൻ ഓഫ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്, കുറച്ച് ഫിഗേഴ്സും കുറച്ച് കാര്യങ്ങളും ആയിരിക്കും. അതിനകത്തുനിന്ന് പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡാറ്റ എന്ന് പറയുക. നമുക്ക് കൃത്യമായിട്ടുള്ള മെസ്സേജ് പാസ് ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് പ്രോസസ്ഡ് ഡാറ്റ. അപ്പൊ ഇൻഫർമേഷന് മാത്രമാണ് എന്ത് തരാൻ കഴിവുള്ളൂ, ഇറ്റ് കൺവേസ് മീനിങ് ഫുൾ മെസ്സേജ്. ഞാനിവിടെ ഡെപ്തിൽ എടുക്കാൻ കാരണം നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പോൾ എന്താണ് മീനിങ് ഫുള്ളി മെസ്സേജ് തരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് ഞാനൊരു എക്സാമ്പിളും പറഞ്ഞത്. രാമു 34 എന്ന് പറഞ്ഞപ്പോൾ നമുക്കിവിടെ ഒരു വ്യക്തത ഇല്ലായിരുന്നു ഈ 34 എന്ന് പറയുന്ന ഈ ഫിഗർ എന്താണെന്നുള്ള കാര്യത്തിൽ, അല്ലേ? പകരം ക്ലാസ് നമ്പർ ഓഫ് രാമു ഇസ് 34 എന്ന് പറയുമ്പോൾ അത് എന്താണ്, മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. ഇത് കാര്യം ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്, ഇൻഫർമേഷൻ ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ എന്നുള്ളത്. അപ്പൊ 2 ഡെഫിനിഷൻസ് ആണ് ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമൊന്നുമല്ല, പക്ഷെ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് പേരുകൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ സവിശേഷതകൾ. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താ, ഓട്ടോമാറ്റിക് ആണ്, അല്ലേ? ദെൻ എന്താണ്, സ്പീഡ്, ആക്യുറസി, ഡെലിഗൻസ്, വെർസിറ്റാലിറ്റി, പവർ ഓഫ് റിമെമ്പറിങ്, നോ IQ ആൻഡ് നോ ഫീലിങ്സ്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ, ഓട്ടോമാറ്റിക് ആണ്. എന്താ ഓട്ടോമാറ്റിക് എന്ന് ഉദ്ദേശിച്ച, വൺസ് ഒരു പെർഫോം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ്, അത് ചെയ്യുന്നത് വരെ മറ്റൊരു ഹ്യൂമൻ റെസിസ്റ്റൻസും ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം അതെന്താണ്, ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു, ഒരു പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക, നമ്മൾ പ്ലേ ചെയ്തു, അത് നമ്മൾ നിർത്തുന്നത് വരെ എന്ത് ചെയ്യും, നെക്സ്റ്റ് പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് എന്താ, കമ്പ്യൂട്ടർ ഇസ് ആൻ ഓട്ടോമാറ്റിക് മെഷീൻ. രണ്ടാമത് എന്താ, സ്പീഡ്. കമ്പ്യൂട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വെരി ഫാസ്റ്റ് ആണ്, ഹൈ സ്പീഡാണ്. ഇപ്പം നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്യുന്നത് തന്നെ വലിയൊരു നമ്പേഴ്സൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ നാനോ പിക്കോ സെക്കൻഡ്സിനകത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റിസൾട്ട് കിട്ടുന്നത്, അല്ലേ? വലിയൊരു കാൽക്കുലേറ്റർ എടുക്കുക, അപ്പം നമ്മൾ കാണിക്കണില്ല, കാൽക്കുലേറ്റർ എടുത്തിട്ട് നമ്മൾ വലിയ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കാനോ കൂട്ടാനോ അല്ലെങ്കിൽ സ്ക്വയറോ അങ്ങനെയൊക്കെ കൊടുത്തു എന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ചെയ്തെടുക്കുന്ന സമയത്തിൻ്റെ എത്രയോ വേഗത്തിലാണ് കമ്പ്യൂട്ടർ ചെയ്യുക, അല്ലെ? നമ്മൾ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എന്താണ്, കമ്പ്യൂട്ടർ ഉത്തരവൊക്കെ കണ്ടുപിടിച്ച് അടുത്ത ടാസ്ക് തുടങ്ങിയിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഹൈ സ്പീഡാണ്. വിത്തിൻ പീക്കോ നാനോ സെക്കൻഡ്സിലൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്, റിസൾട്ട് കിട്ടണത്. ഇനി ഈ റിസൾട്ട് കിട്ടുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കും, നമ്മുടെ പ്രോസസ്സറിന്റെ സ്പീഡിനനുസരിച്ചിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ പ്രോസസ്സർ കുറച്ച് കുറഞ്ഞ പ്രോസസ്സറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെറിയ ഹാങ് ഒക്കെ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, വിത്തിൻ ഇങ്ങനെ ഒരു ഞൊടി ഇങ്ങനെ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, റിസൾട്ട് കിട്ടുന്നുണ്ടാവും. സോ ഹൈ സ്പീഡ് മെഷീൻ ആണെന്ന് നമുക്ക് അറിയണ കാര്യമാണ്. മൂന്നാമത്തത് എന്താണ്, ആക്യുറസി. കമ്പ്യൂട്ടറിന്റെ റിസൾട്ടിന്റെ ആക്യുറസി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ്. നമ്മൾ മനുഷ്യർ ചെയ്യുമ്പോൾ അതിനകത്ത് അശ്രദ്ധ കൊണ്ടുള്ള കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ വരും. ചിലപ്പോൾ എന്തെങ്കിലും എഴുതുന്ന സമയത്ത് ഒരു വള്ളി ഇടാനോ പുള്ളി ഇടാനോ ഒക്കെ വിട്ടുപോകും. പക്ഷെ കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ എന്താണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, മനുഷ്യൻ നൽകുന്ന ഇൻസ്ട്രക്ഷൻസിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ്. തന്നെ പ്രവർത്തിക്കാനൊക്കെ ഇപ്പോൾ പറ്റും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. നമ്മളിവിടെ പഠിക്കുന്നത് ഫസ്റ്റ് കാലം തൊട്ടുള്ള കമ്പ്യൂട്ടറിൽ നിന്നാണ് തുടങ്ങണേ. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ആക്യുറസി എന്താണ്, പെർഫെക്റ്റ് ആണ്. അതിനകത്ത് തെറ്റുകളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, നമ്മൾ എന്താണോ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതുപോലെയാണത് ചെയ്യുക. അതിനകത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് വേറെ ചിന്തിക്കാനോ ഒന്നും പോകാത്തതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, അതിൻ്റെ ആക്യുറസി വളരെ കൃത്യതയുള്ളതാണ്. ഓക്കെ, പ്രിസൈസ് ആണ് നമുക്ക് പറയാം. ഇനി എന്താണ് ഡെലിഗൻസ്. ഡെലിഗൻസ് എന്ന് പറയുന്നത് എന്നാ, ഇതാണ് ഈ ഡെലിഗൻസും വേഴ്സിറ്റാലിറ്റിയാണ് എപ്പോഴും പരീക്ഷയിൽ വരാറുള്ള 2 കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം വേഴ്സിറ്റാലിറ്റി നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ വരുന്നത് വേഴ്സിറ്റാലിറ്റിയാണ്. എന്താണ്, അറ്റ് എ ടൈം എന്താണ്, ഒരുപാട് ടാസ്കുകൾ പെർഫോം ചെയ്യാൻ കഴിയും. വേഴ്സിറ്റാലിറ്റി, അല്ലേ? അറ്റ് എ ടൈം ഒരുപാട് ടാസ്കുകൾ കമ്പ്യൂട്ടറിന് പെർഫോം ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പം തന്നെ ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ പവർ പോയിന്റ് ഓപ്പൺ ആക്കിക്കൊണ്ട് നമ്മളുടെ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ഓൺ ആക്കിയിട്ടുണ്ട്, ഓഡിയോ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ 3 സോഫ്റ്റ്വെയർ വന്നു, അല്ലേ? പിന്നെ അതുപോലെ തന്നെ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രത്തോളം ടാസ്ക് എന്താണ്, അറ്റ് എ ടൈം അതിന് പെർഫോം ചെയ്യാൻ സാധിക്കും. അങ്ങനെ അറ്റ് എ ടൈം ഒന്നിലധികം ടാസ്കുകൾ പെർഫോം ചെയ്യാൻ കഴിയുന്ന
ആ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? വേഴ്സിറ്റാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഡെലഗൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഡിലിഗൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടറിന് ഒരു ക്ഷീണമോ തളർച്ചയോ കൂടാതെ എത്ര സമയം വേണമെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് കഴിയും. ആ ഒരു കഴിവിനെയാണ് ഡെലിഗൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വിയർ ടയർ അതുപോലെ ടയേർഡ്നെസ് ഒന്നും കൂടാതെ കമ്പ്യൂട്ടറിന് ഒരുപാട് സമയം വർക്ക് ചെയ്യാനായിട്ട് കഴിയും. ആ ഒരു കഴിവിനെയാണ് ഡെലിഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് എപ്പോഴും PSCയിൽ ചോദ്യങ്ങൾ വരുന്നത് ഡെലിഗൻസ് ആൻഡ് വേഴ്സിറ്റാലിറ്റി ആണ്. ഡെലിഗൻസ് എന്ന് പറയുന്നത് എന്താ? ക്ഷീണം തളർച്ചയൊന്നും കൂടാതെ എന്താ കമ്പ്യൂട്ടറിന് ഒരുപാട് സമയം വർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കുറവ് വരുത്തൊന്നുമില്ല. അതായത് ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണോ ഇരിക്കുന്നത് അതേ കോൺസെൻട്രേഷനിൽ തന്നെ ആയിരിക്കും ത്രൂ ഔട്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും കമ്പ്യൂട്ടറിന് ഉണ്ടായിരിക്കും. നമ്മളുടെ പോലെ ഇടയ്ക്ക് വേറെ പണി ആലോചിക്കാനൊന്നും പോകത്തില്ല. ഓക്കെ, അപ്പൊ ഡെലിഗൻസ് എന്ന് പറയുന്നത് എന്താ? ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നും കൂടാതെ തന്നെ കമ്പ്യൂട്ടറിന് എത്ര നേരം വേണമെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് കഴിയും. അതിനെയാണ് എന്തെന്ന് പറയാ? ഡെലിഗൻസ് എന്ന് പറയാം. ഓക്കെ, ക്ഷീണം തളർച്ച ഇല്ലാതെ എന്നുള്ളത് ഓർത്തിരിക്കുക. ക്ഷീണം തളർച്ച ഒന്നും ഇല്ലാതെ കമ്പ്യൂട്ടറിന് ഒരുപാട് നേരം വർക്ക് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഡെലിഗൻസ് എന്ന് പറയുന്നത്. ഇനി വേഴ്സിറ്റാലിറ്റി എന്താ? അറ്റ് എ ടൈം ഒന്നിലധികം ടാസ്കുകൾ ചെയ്യാൻ പറ്റും. അതായത് പവർ പോയിന്റ് എടുത്തുകൊണ്ട് വേർഡ് ഓപ്പൺ ആക്കാം, വേർഡ് ഓപ്പൺ ആക്കിയിട്ടിട്ട് ഗെയിം കളിക്കാം, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പാട്ട് കേൾക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്താണ്? ഒന്നിലധികം ടാസ്കുകൾ തന്നെ അറ്റ് എ ടൈം വർക്ക് ചെയ്യിക്കാം. അപ്പൊ ആ ഒരു കഴിവിനെയാണ് വേഴ്സിറ്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ പിന്നെയുള്ളത് പവർ ഓഫ് റിമെമ്പറിങ്. നമുക്ക് സ്റ്റോറേജിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്താണ്? നോ IQ ആൻഡ് നോ ഫീലിങ്സ്. IQ എന്താ? ഇന്റലിജൻസ് കോഷ്യന്റ് അല്ലെ. നോ IQ ആൻഡ് നോ ഫീലിങ്സ് എന്നാ പറയണത്. എന്താ കാരണം? എന്താ? അത് മെഷീൻ ആണ്. പ്രത്യേകിച്ച് അതിന് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല. നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് മാത്രം ചെയ്യാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ഫീലിങ്സ് അതുപോലെ IQ എന്തൊക്കെയാണ്? 0 ആണ്. ഓക്കെ, നോ IQ ആൻഡ് നോ ഫീലിങ്സ്. കമ്പ്യൂട്ടറിന് ഫീലിങ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, നോർമൽ ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്, സ്പീഡ്, ആക്യുറസി, ഡെലിഗൻസ്, വേഴ്സിറ്റാലിറ്റി, പവർ ഓഫ് റിമെമ്പറിങ്, നോ IQ ആൻഡ് നോ ഫീലിങ്സ്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഡെലിഗൻസ് ആൻഡ് വേഴ്സിറ്റാലിറ്റി. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? കമ്പ്യൂട്ടറിന്റെ ഡെഫിനിഷൻ, ഒറിജിനേറ്റഡ് ഫ്രം കമ്പ്യൂട്ടറെ ഓർ കമ്പ്യൂട്ടേഴ്സ്. ലാറ്റിൻ വേർഡ് ആണ്. കാൽക്കുലേറ്റ് എന്നുള്ളതാണ് അതിന്റെ മീനിങ് വരുന്നത്. പിന്നെ ഡാറ്റ എന്താണ്, പ്രോസസ്സിംഗ് എന്താണ്, അതുപോലെ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് പഠിച്ചു. പിന്നെ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെലിഗൻസ് ആൻഡ് വേഴ്സിറ്റാലിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ നോട്ട് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യേണ്ട ലിങ്ക് നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ. അപ്പോൾ നോട്ട് കണ്ടിട്ട് എഴുതി സബ്മിറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.